സംഘപരിവാറും ബി.ജെ.പിയും ഗൗതം ഗംഭീറിൽ വലിയൊരു പ്രതീക്ഷ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കാരണവും അദ്ദേഹം തന്നെയാണ്. തിരഞ്ഞെടുപ്പിന് മുൻപ് വരെ അദ്ദേഹം എടുത്ത നിലപാടുകൾ, സമീപനങ്ങളൊക്കെ ബി.ജെ.പിക്ക് അനുകൂലമായിരുന്നു. എന്നാൽ ഈ സമീപനങ്ങളെയൊക്കെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഗൗതം ഗംഭീറിനെ കിഴക്കൻ ഡൽഹിയിൽ നിന്നും സംഘപരിവാറും ബി.ജെ.പിയും വിജയിപ്പിച്ച് കയറ്റി. ഒടുവിൽ അദ്ദേഹം MP ആയി മാറുകയും ചെയ്തു. MP ആയതിനു ശേഷം ഗംഭീറിൻ്റെ സമീപനങ്ങളൊക്കെ സംഘപരിവാറിനും ബി.ജെ.പിക്കും എതിരായി തീർന്നു. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഒരു മുസ്ലിം യുവാവിനെ ഹിന്ദുത്വവാദികൾ ക്രൂരമായി ആക്രമിച്ചപ്പോൾ അതിനെതിരെ ശക്തമായിട്ടുള്ള പ്രതികരണവുമായി രംഗത്ത് വന്നത്. എന്നാൽ ഈ വിഷയത്തിൽ സോഷ്യൽ മീഡിയയിൽ മതേതരത്വവാദികളുടെ കൃത്യമായിട്ടുള്ള കയ്യടികൾ ഗൗതം ഗംഭീർ ഏറ്റുവാങ്ങിയപ്പോൾ പോലും സംഘപരിവാർ കൃത്യമായിട്ടുള്ള പ്രത്യാക്രമണം നടത്തി അതിനെ ചെറുത്തു തോൽപ്പിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഗംഭീറിന് ശക്തമായിട്ടുള്ള ഒരു തിരിച്ചടി നൽകാൻ സംഘപരിവാർ തയ്യാറായി മുന്നോട്ട് വന്നിരുന്നു. എന്നാൽ തിരഞ്ഞെടുപ്പിന് മുൻപ് ഗൗതം ഗംഭീർ ഒരു ട്വീറ്റ് ചെയ്തിരുന്നു. ആ ട്വീറ്റ് എന്ന് പറയുന്നത് പാകിസ്ഥാന് എതിരായിട്ടുള്ള ഒരു ട്വീറ്റാണ്. ആ ട്വീറ്റ് ഞാനിവിടെ വായിച്ചു കേൾപ്പിക്കാം. ഈ മത്സരം ബഹിഷ്കരിച്ചതിൻ്റെ പേരിൽ നോക്കൗട്ട് റൗണ്ടിലെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ ഇന്ത്യൻ ടീമിന് ആരാധകർ പിന്തുണ നൽകണം. ഇതിൻ്റെ പേരിൽ ആരും ടീമിനെ കുറ്റപ്പെടുത്തരുത്, അതായത് ഇന്ത്യൻ ടീമിനെ കുറ്റപ്പെടുത്തരുത്. രാജ്യം മുഴുവനും ടീമിന് പിന്നിൽ അണിനിരക്കണം. ലോകകപ്പ് മാത്രമല്ല, ഏഷ്യ കപ്പും ഇന്ത്യ ബഹിഷ്കരിക്കണം. ചില ഘട്ടങ്ങളിൽ കളിക്ക് മുകളിൽ രാഷ്ട്രീയത്തെ കാണേണ്ട സാഹചര്യമുണ്ടാകും. രാജ്യത്തിനായി വീരമൃത്യു വരിച്ച സൈനികരോടുള്ള സ്നേഹത്തെക്കാൾ വലുതായി മറ്റൊന്നുമില്ല. പാകിസ്ഥാനെതിരെ നിബന്ധനകളോടെയുള്ള ബഹിഷ്കരണമല്ല വേണ്ടത്. നമ്മൾ പാകിസ്ഥാനെതിരെ കളിക്കുന്നത് പൂർണ്ണമായും അവസാനിപ്പിക്കണം തുടങ്ങിയ കാര്യങ്ങളായിരുന്നു ഗംഭീർ അന്ന്, അതായത് തിരഞ്ഞെടുപ്പിന് മുൻപ് ബലാക്കോട്ടും പുൽവാമയും ഒക്കെ സംഭവിച്ച സമയത്ത് ഗംഭീർ ട്വിറ്ററിലൂടെ പങ്കുവെച്ചത്. എന്നാൽ ഈ ട്വീറ്റിനൊക്കെ വിപരീതമായിട്ടാണ് ഗംഭീർ ഇന്നലെ ഒരു ട്വീറ്റ് മുന്നോട്ട് വെച്ചത്. 4 ദിവസത്തെ സ്റ്റാർ സ്പോർട്സിലെ കമൻട്രിക്കായിട്ട് ഞാൻ പോവുകയാണ്. എന്നാൽ എൻ്റെ MP ഓഫീസ് അവിടെ തുറന്നിട്ടുണ്ടാകും. അത് അവിടെ പ്രവർത്തനാസജ്ജമായിരിക്കും. ആർക്ക് വേണമെങ്കിലും അവിടെ പോകാവുന്നതാണ്. എന്നാൽ ഗംഭീർ കമൻ്ററി പറയാൻ വേണ്ടിയിട്ട് പോയത് പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള മത്സരത്തിന് വേണ്ടിയായിരുന്നു. പാകിസ്ഥാനെതിരെയുള്ള ഇന്ത്യയുടെ മത്സരങ്ങൾ ബഹിഷ്കരിക്കണമെന്ന് പറഞ്ഞ് ട്വീറ്റിലൂടെ സന്ദേശം കൈമാറിയ ഗംഭീറിന് എന്ത് സംഭവിച്ചു? ഒരു അന്വേഷണം നടത്തി നോക്കാൻ നമുക്ക്. പച്ചയായ ബി.ജെ.പിയുടെ സംഘപരിവാറിൻ്റെ മുഖങ്ങൾ അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു. ഒരു മുസ്ലിം യുവാവിനെ ക്രൂരമായിട്ട് മർദ്ദിച്ചപ്പോൾ അതിനെതിരെ പ്രതികരിച്ച ഗൗതം ഗംഭീറിനെതിരെ വിരലുയർത്തി രംഗത്ത് വന്നത് സംഘപരിവാറിൻ്റെ ബി.ജെ.പിയുടെ നേതാക്കളാണ്. ആ നേതാക്കളുടെ യഥാർത്ഥ രാഷ്ട്രീയ ബോധത്തെ അദ്ദേഹം പച്ചയായി തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് തൻ്റെ നിലപാടുകളൊക്കെ ഏകപക്ഷീയമായി പോയി. ആ ഏകപക്ഷീയ നിലപാടുകളൊക്കെ പ്രോത്സാഹിപ്പിച്ച് രംഗത്ത് വന്നവർ തന്നിൽ നിന്നും ലാഭം ആഗ്രഹിച്ചവരാണെന്നുള്ള യഥാർത്ഥ സത്യം ഗൗതം ഗംഭീർ തിരിച്ചറിഞ്ഞപ്പോഴാണ് ഗൗതം ഗംഭീർ അയൽ രാജ്യമായിട്ടുള്ള പാകിസ്ഥാനോട് ഒരു വിവേചനം വേണ്ട എന്ന് വിചാരിച്ച് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള കളിക്ക് പങ്കെടുക്കാൻ പോകുന്നത്. അന്ന് വലിയ ചർച്ച ചെയ്യപ്പെട്ടതാണ്. ഗൗതം ഗംഭീറിൻ്റെ നിലപാടുകളെ സ്വാഗതം ചെയ്ത് സംഘപരിവാറിൻ്റെ വലിയ ആശീർവാദ പോസ്റ്ററുകളൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ കടന്നു വന്നു. ഗൗതം ഗംഭീറാണ് യഥാർത്ഥ രാജ്യസ്നേഹി എന്ന് സംഘപരിവാർ തന്നെ വിളിച്ചു പറഞ്ഞു. എന്നാൽ ഇന്ന് ഗംഭീറിൻ്റെ നിലപാട് പാകിസ്ഥാനോട് ഇന്ത്യ കളിക്കുന്നത് കൊണ്ട് ഒരു പ്രശ്നവുമില്ല എന്ന ഗംഭീറിൻ്റെ നിലപാടിനോട് പുച്ഛമായിട്ടാണ് സോഷ്യൽ മീഡിയയിലൂടെ സംഘപരിവാർ കടന്നു വരുന്നത്. ഒറ്റ കാരണത്തിൻ്റെ പേരിൽ. കാരണം സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളുടെ കൂടെ ഗൗതം ഗംഭീർ നിലയുറപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ അത്തരം കാര്യങ്ങൾ, അതായത് പാകിസ്ഥാനെ എതിർക്കുന്നതിലൂടെ വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കാനുള്ള ബി.ജെ.പിയുടെ താല്പര്യങ്ങളെ ചെറുത്തു തോൽപ്പിക്കാനുള്ള ഒരു ശ്രമം ഗംഭീറിൽ നിന്നും ഉണ്ടാകുമ്പോൾ ആ ശ്രമത്തെ രാഷ്ട്രീയമായി വർഗീയമായിട്ട് വിവേചിച്ച് അതിനെ മുന്നോട്ട് വെച്ച് ഗംഭീറിനെതിരെ ശക്തമായിട്ടുള്ള പ്രതിരോധം തീർക്കുന്ന സംഘപരിവാറിൻ്റെ കപടമുഖങ്ങൾ ഇന്ന് ഗംഭീർ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ആ യാഥാർത്ഥ്യമാണ് ഗംഭീറിനെ സ്റ്റാർ സ്പോർട്സിലെ പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള മത്സരത്തിൽ കമൻ്ററി പറയാൻ വേണ്ടിയിട്ട് ആ സ്റ്റാർ സ്പോർട്സ് എന്ന് പറയുന്ന പ്രോഗ്രാമിലേക്ക്, അതായത് സ്പോർട്സ് പ്രോഗ്രാമിലേക്ക് എത്താൻ വേണ്ടിയിട്ട് പ്രേരിപ്പിച്ചത്. എന്തായാലും നന്മയുള്ള ആളുകൾക്ക്, നന്മ മരങ്ങൾക്ക്
കൃത്യമായിട്ടുള്ള സത്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ സംഘപരിവാറിനെതിരെ പ്രതിരോധിക്കാൻ അവർക്ക് വേറെ ഒരു തടസ്സവും ഉണ്ടാവില്ല. ആ തടസ്സവുമില്ലാത്തതിൻ്റെ ഏറ്റവും വലിയ, ഇന്ത്യ ഇന്ന് കണ്ട ഏറ്റവും വലിയ യാഥാർത്ഥ്യമാണ് ഗൗതം ഗംഭീർ എന്നുള്ള സത്യം പൊതുജനം തിരിച്ചറിഞ്ഞാൽ നല്ലത്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.